നമസ്കാരം. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ദ ഷാഡോയ് സീക്രട്സ് ഓഫ് ഇന്ത്യസ് ഇന്റലിജൻസ് ആക്ടിവിറ്റി എബ്രോഡ് എന്ന പേരിൽ ഒരു പരമ്പര പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പരമ്പരയിലൂടെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയതായി കരുതുന്ന ചില രഹസ്യ ഓപ്പറേഷനുകളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്ന രഹസ്യ അട്ടിമറി പദ്ധതികളെക്കുറിച്ചും ഭീകരരെ ലക്ഷ്യമിട്ടുള്ള തെളിവില്ലാ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള സൂചനകളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 1877 മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്ന അമേരിക്കൻ ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്ന പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നാണ്. പത്രപ്രവർത്തന രംഗത്തെ മികവുറ്റ സംഭാവനകൾക്കുള്ള 76 പുലിറ്റ്സർ പ്രൈസുകളാണ് ഈ പത്രം നേടിയത്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലും ആഴത്തിലുള്ള റിപ്പോർട്ടിംഗിലും പേരുകേട്ട ഈ പത്രം ഇതുവരെയും പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളുടെ ആധികാരികതയാൽ അമേരിക്കയിൽ എന്ന പോലെ പുറത്തും ഒട്ടനേകം ആളുകളെ ഈ പത്രത്തിന്റെ വായനക്കാരായി തീർത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പത്രം പുറത്തുവിട്ടിരിക്കുന്ന ഇന്ത്യയുടെ രഹസ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാർത്തയും ആഗോള ശ്രദ്ധ നേടുകയാണ്. അടുത്തിടെ കാനഡയിലെ സിഖ് സംഘടനകളിലേക്ക് നുഴഞ്ഞുകയറി അവിടെ അക്രമങ്ങൾ അഴിച്ചുവിട്ടത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ RANAW ആണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിലെ ഈ ലേഖനം ആരോപിക്കുന്നത്. ഖാലിസ്ഥാൻ നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന കനേഡിയൻ സർക്കാരിന്റെയും അമേരിക്കയുടെയും ആരോപണങ്ങളുമായി ഇത് സാമ്യം പുലർത്തുന്നു. 2023 ജൂണിൽ കാനഡയിലെ ഗുരുദ്വാര ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവൻ ഹർദീപ് സിംഗ് നിജാർ വെടിയേറ്റു കൊല്ലപ്പെട്ടത്. ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ തലവനായ പരംജിത് സിംഗ് പൻച്വാർ 2003 മെയ്യിൽ പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. കാനഡയെ കൂടാതെ മാലിദ്വീപ്, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ത്യ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പരാമർശിക്കുന്നത്. നേപ്പാളിലും ശ്രീലങ്കയിലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സ്വാധീനിച്ചും ആ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ എതിരാളികളുടെ താൽപര്യങ്ങൾക്ക് തുരങ്കം വെച്ചും രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായും ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് 2021 മുതൽ 6 പേരെ വകവരുത്താനുള്ള ആസൂത്രിത കൊലപാതക നീക്കം നടത്തിയതായാണ് പറയപ്പെടുന്നത്. ഈ കൊലപാതകങ്ങൾ നടത്താൻ ഇന്ത്യ പ്രാദേശിക കുറ്റവാളികളെയും ദുബായിൽ നിന്നുള്ള ഇടനിലക്കാരെയും നിയോഗിച്ചുവെന്ന് പാകിസ്ഥാൻ പാശ്ചാത്യ ഉദ്യോഗസ്ഥരും ആരോപിക്കുന്നു. 2022 സഹൂർ മിസ്ത്രിയെ കൊലപ്പെടുത്തിയതും 1990കളിൽ കാശ്മീർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന തീവ്രവാദി നേതാവ് സയ്യിദ് ഖാലിദ് റാസയുടെ കൊലപാതകവും പോലുള്ള സംഭവങ്ങളിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2016 പത്താൻകോട്ട് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫിനെ വധിക്കാൻ ദുബൈയിൽ നിന്നും മുഹമ്മദ് ഉമൈർ എന്ന തൊഴിലാളിയെ ഇന്ത്യൻ ഏജന്റുമാർ അയച്ചുവെന്നും അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റസമ്മതം നടത്തിയെന്നുമാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. അതോടൊപ്പം പാകിസ്ഥാനിൽ പ്രത്യേക സേന നടത്തിയ റെയ്ഡുകളെ കുറിച്ച് മോദി സർക്കാർ തുറന്നു പറയുകയും ഇന്ത്യയുടെ അത്തരം രഹസ്യ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന ബോളിവുഡ് സിനിമകൾ പോലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് ചരിത്രകാരനായ ശ്രീനാഥ് രാഘവൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതെല്ലാം പാകിസ്ഥാന് ഇന്ത്യയുടെ ഉദ്ദേശ്യങ്ങളെയും കഴിവുകളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉണർത്തുന്നു. ഇങ്ങനെയെല്ലാം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല രഹസ്യ ഓപ്പറേഷനുകളിലും ഇന്ത്യയുടെ പങ്കാളിത്തം സംബന്ധിച്ച ആരോപണങ്ങൾ വിവിധ ചർച്ചകൾക്ക് വിഷയമാകുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ശേഷി വിലയിരുത്തപ്പെടുന്നതിനും ഭീകരർക്ക് അഭയം നൽകുന്നില്ല എന്ന അവരുടെ അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനും കാരണമായി തീർന്നിരിക്കുകയാണ്. ചില പാക് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ വാദിക്കുന്നത് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിവിധയിടങ്ങളിൽ നടക്കുന്ന നിയമവിരുദ്ധ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളാണെന്നാണ്. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റിന് ഇന്ത്യയോട് നിർബന്ധിത ശത്രുതയാണെന്ന വിമർശനമുയർത്തി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുകയുണ്ടായി. ഈ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു.
ഇതിനു മുൻപും വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്ത്യ നടത്തുന്ന രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരോപണം ഉയർത്തിയിട്ടുണ്ട്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഗൂഢാലോചനയുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ മുമ്പൊരിക്കൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എ പ്ലോട്ട് ഇൻ പാരഡൈസ് ആൻഡ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഫ്ലുവൻസ് ഇൻ ഏഷ്യ എന്ന റിപ്പോർട്ട് ആരോപിക്കുകയുണ്ടായി. മുഹമ്മദ് മുയൂസുവിനെ ഇംപീച്ച് ചെയ്യാനായി മാലദ്വീപിലെ പ്രതിപക്ഷക്കാർ 40 പാർലമെന്റ് അംഗങ്ങൾക്ക് കൈക്കൂലി നൽകിയതിൽ ഇന്ത്യൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് പങ്കുണ്ടെന്നും എന്നാൽ ആ ശ്രമം പരാജയമടഞ്ഞെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഈ റിപ്പോർട്ട് മുൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് തള്ളിക്കളയുകയുണ്ടായി. മുയൂസുവിനെതിരായ ഗുരുതര ഗൂഢാലോചന നീക്കത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത്തരം ശ്രമത്തെ ഇന്ത്യ ഒരിക്കലും പിന്തുണയ്ക്കുകയില്ലെന്നും നഷീദ് പറഞ്ഞു. മാലദ്വീപിന്റെ ജനാധിപത്യത്തിന് ഇന്ത്യയുടെ സ്ഥിരമായ പിന്തുണയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തുതന്നെയായാലും മുഹമ്മദ് മുയൂസുവിന് ഇന്ത്യയോടുണ്ടായിരുന്ന വിരുദ്ധ നിലപാട് ഇപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൈനയ്ക്ക് തിരിച്ചടിയായി തീരുന്നുമുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള ചെറു രാജ്യങ്ങളിൽ തങ്ങളുടെ തന്ത്രപ്രധാന സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും ചൈനയും തമ്മിൽ കടുത്ത നിഴൽ പോരാട്ടം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തരം ചെറു രാഷ്ട്രങ്ങൾക്ക് ഏഷ്യ വൻകരയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും പരസ്യമായും രഹസ്യമായും ഉദാരമായി വായ്പകളും അടിസ്ഥാന സൗകര്യ പദ്ധതികളും രാഷ്ട്രീയ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയും വാഗ്ദാനം ചെയ്യുകയുമാണ് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസ്താവിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ റിപ്പോർട്ട് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമായി തീരുകയും ചെയ്തിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.